വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഇക്കണോമിയെ രണ്ട് സെക്ടറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പബ്ലിക് സെക്ടർ, മറ്റൊന്ന് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ദെൻ മൾട്ടിനാഷണൽ കമ്പനീസ്. ഇതൊക്കെ വരുന്നത് എന്തിലാണ്? പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതാണ്. നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് സെക്ടർ കമ്പനീസിനെ പറ്റിയിട്ടാണ്. പബ്ലിക് സെക്ടർ, ഓക്കെ. അപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനീസിന് ഇങ്ങനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെൻറ് കമ്പനീസ്. അപ്പോൾ ഓരോ പബ്ലിക് സെക്ടറിൽ വരുന്ന ഈ ഓരോ അണ്ടർടേക്കിങ്സിനും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലും എങ്ങനെയാണ് ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, സ്യൂട്ടബിലിറ്റി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് നോക്കാം. ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഉള്ള കമ്പനീസാണ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഗവൺമെൻറ്റിനായിരിക്കും അവിടെ കൺട്രോൾ ഉണ്ടാവുക, ഡിസിഷൻസ് എടുക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ് പീപ്പിളിന് വേണ്ടിയിട്ടാണ് ഒരു സർവീസ് മെൻറ്റാലിറ്റിയിൽ ഫങ്ഷനിങ് ചെയ്യിക്കുന്ന ഓർഗനൈസേഷൻസാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഈ പറയുന്ന മൂന്ന് രീതിയിലാണ് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ്, സെക്കൻഡ് വൺ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, തേർഡ് വൺ ഗവൺമെൻറ് കമ്പനി. എന്താണ് ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ്? ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ രണ്ട് ഗവൺമെൻറ്റും ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്ങിനെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏത് ഗവൺമെൻറ്റാണോ അത് ഗവേൺ ചെയ്യുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അനുസരിച്ചിട്ടായിരിക്കും ഒരു ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്ങിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ, ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെൻ്റ് അണ്ടർടേക്കിംഗ് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫീച്ചറായിട്ട് ഇവിടെ പറയുന്നത് ദ ഫണ്ടിങ് ഓഫ് ദീസ് എൻ്റർപ്രൈസസ് കം ഡയറക്ട്ലി ഫ്രം ദ ഗവൺമെൻറ് ട്രഷറി ആൻഡ് ആർ ആൻ ആനുവൽ അപ്രോപ്രിയേഷൻ ഫ്രം ദ ബഡ്ജറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ദ റവന്യൂ ഏൺ ബൈ ദീസ് ഇസ് ഓൾസോ പെയ്ഡ് ടു ദ ട്രഷറി. അപ്പോൾ ഇവിടെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ട്രഷറിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ആനുവൽ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ആണ് അപ്രോപ്രിയേഷൻസ് നടക്കുന്നത്. ഗവൺമെൻറ് ട്രഷറിയിൽ നിന്ന് വരുന്നു, ഗവൺമെൻറ് ട്രഷറിയിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെയാണ് ഇവിടെ ഫണ്ടിങ് നടക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഫണ്ടിങ് നടക്കുന്നത്. Second one, they are subject to accounting and audit controls applicable to other government activities. അപ്പോൾ ഓഡിറ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ് അതർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക, ഓഡിറ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് അവർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ചെയ്യണം. അപ്പോൾ എന്തെല്ലാം മറ്റ് ഗവൺമെൻറ് ആക്ടിവിറ്റീസ് എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും ഈ ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസും. Then the employees of the enterprise are government servants and their recruitment and conditions of service are the same as that of other employees directly under the government. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്ത എംപ്ലോയീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെർവൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അവരെ സെലക്ട് ചെയ്യുന്നതും ഗവൺമെൻറ് സെർവൻസിനെ റിക്രൂട്ട് ചെയ്യും സെലക്ട് ചെയ്യുന്നതൊക്കെ ആ ഒരു ഏത് ഗവൺമെൻറ് ആണോ ആ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ആ നോംസ് ഒക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് it is generally considered to be a major subdivision of the government department and is subject to direct control of the ministry. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സബ് ഡിവിഷനായിട്ടാണ് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സിലൂടെ ഗവൺമെൻറ്റിന് ജനങ്ങളുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. They are accountable to the ministry since their management is directly under the concerned ministry. അപ്പോൾ ഏത് മിനിസ്ട്രിയുമായിട്ട് കൺസേൺ ചെയ്ത് വരുന്നുണ്ടോ, ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, അപ്പോൾ ഏത് മിനിസ്ട്രിയുമായിട്ട് കൺസേൺ ചെയ്ത് വരുന്നോ ആ മിനിസ്ട്രിയോട് അക്കൗണ്ടബിൾ ആയിരിക്കും
ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സും. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെറിറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്. First one, these undertakings facilitates the parliament to exercise effective control over their operations. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ ആക്ടിവിറ്റീസിലെല്ലാം എഫക്റ്റീവ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഗവൺമെൻറ്റിന് പറ്റും, അല്ലെങ്കിൽ മിനിസ്ട്രിക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദിസ് എൻഷുർ എ ഹൈ ഡിഗ്രി ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്, പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിനോട് ആൻസറബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത് മെറിറ്റാണ്. Okay, next one, the revenue earned by the enterprise goes directly to the treasury and hence is a source of income for the government. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൽ നിന്ന് ഏൺ ചെയ്യുന്ന റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് പോകുന്നതാണ്? ട്രഷറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിനെ കരുതുന്നു. നെക്സ്റ്റ് വൺ, where national security is concerned, this form is most suitable since it is under the direct control and supervision of the concerned ministry. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലും ഡയറക്റ്റ് സൂപ്പർവിഷനും ആയതുകൊണ്ട് തന്നെ നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളൊരു ആ ഒരു എലമെൻറ്റ് അതിവിടെ മാക്സിമം പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നു എന്നുള്ളതും ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിനുണ്ടെങ്കിലും ഇവിടെയും കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് ഫെയിൽ ടു പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. അല്ലേ, ഇപ്പോൾ ഏതൊരു ബിസിനസ്സിലും നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്, അല്ലേ, ഒന്നും സ്റ്റേബിളായിട്ടിരിക്കാത്ത ഒരു ഫീൽഡാണ് എസ്പെഷ്യലി ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി പലപ്പോഴും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കാരണം പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിന് വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊരു ലിമിറ്റേഷനാണ്. അതുപോലെ തന്നെ എംപ്ലോയീസ് ഓർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ദേ നോട്ട് ഹാവ് മച്ച് മോർ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ടൈം. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അവരുടേതായ ഒപ്പീനിയൻസ് അല്ല ഡിസിഷൻസ് എടുക്കാനും ഉള്ള ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഇങ്ങനൊരു ഓർഗനൈസേഷനിൽ കിട്ടാറില്ല എന്നുള്ളതും ഇവിടുത്തെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കില്ല. കൺസേൺ മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ വരും. ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുറേ ഡിലേ വരാനുള്ള പോസിബിലിറ്റി, ഒത്തിരി ടൈം കൺസ്യൂമിങ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് ലിമിറ്റേഷനാണ്. പിന്നെ പറയുന്നത് ദീസ് എൻ്റർപ്രൈസ് ആർ അണേബിൾ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ദ ബ്യൂറോക്രാറ്റ്സ് ഓവർ കോഷ്യസ് ആൻഡ് കൺസർവേറ്റീവ് അപ്രൂവൽ ഡസ് നോട്ട് അലൗ ദം ടു ടേക്ക് റിസ്കി വെഞ്ചേഴ്സ്. സോ നോർമലി റിസ്കി വെഞ്ചേഴ്സ് ഒന്നും എടുക്കാനായിട്ടുള്ള ആ ഒരു പെർമിഷൻ നോർമലി ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിന് കിട്ടാറില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ന്യൂവർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതൊരു പ്രോബ്ലമാണ്. ദെൻ നെക്സ്റ്റ് വൺ, ദർ ഈസ് റെറ്റാപ്പിസം ഇൻ day-to-day operations and no action can be taken unless it goes through the proper channels of authority. അപ്പോൾ ഇവിടെ എല്ലാം ഗവൺമെൻറ് കൺട്രോളിലാണ്. അപ്പോൾ റെറ്റാപ്പിസം എന്ന് പറയുന്നത് ഫോർമാലിറ്റീസ് കൂടുതലായിട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും അവിടെ ആ കൺസേൺ അതോറിറ്റീൻ്റെ പെർമിഷൻ വേണം, സാങ്ഷൻ വേണം. ഇപ്പോൾ പർട്ടിക്കുലർ ചാനലിലൂടെ തന്നെ ഇത് പോകണം, അല്ലേ. അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പർട്ടിക്കുലർ ഒരു പുതിയതായിട്ടുള്ള ഒരു വെഞ്ചർ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യാനായിട്ട് അത് നോർമലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദർ ഇസ് എ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ത്രൂ ദ മിനിസ്ട്രി. ഇപ്പോൾ കൂടുതലായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് നമുക്കറിയാം. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് വളരെ കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, അല്ലേ. അതൊക്കെയാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. Then these organizations are usually insensitive to consumer needs and do not provide adequate services to them. അപ്പോൾ പലപ്പോഴും കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ കൺസ്യൂമർ.
ആ ഒരു എയിമിലേക്ക് എത്താനായിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു ഓർഗനൈസേഷന് സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, റിമൈനിങ് ടോപ്പിക്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.